തൊട്ട് കഥ തുടങ്ങുകയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. രാവിലെ വന്ന് അഡ്മിഷൻ എടുക്കുന്നു. അവിടെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാർഡിലാണ് എല്ലാ കാര്യങ്ങളും. ഡോക്ടേഴ്സ് എല്ലാം വാർഡിലാണ് വരുന്നത്. അവിടെ നേഴ്സിംഗ് റൂമുണ്ട്, ഡോക്ടേഴ്സ് റൂമുണ്ട്, നേഴ്സിംഗ് സ്റ്റേഷനുണ്ട്. അവിടെ പോയി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പേ വാർഡിലേക്ക് നമ്മൾ മാറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് തന്നെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരാളെ കൂടെ നമുക്ക് നിർത്തണം. മാത്രമല്ല വാർഡിൽ അമ്മയ്ക്ക് കിടക്കാൻ പറ്റത്തില്ല. അവിടെ സൗകര്യങ്ങൾ കുറവാണെന്നല്ല, നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ പേ വാർഡ് എടുത്ത് 850 രൂപയാണ് റേറ്റ്. നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കോഴഞ്ചേരി ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ എല്ലാ കാര്യത്തിനും നമ്മൾ വാർഡിൽ തന്നെ പോകണം. അവിടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. പിന്നെ നമ്മളെ ഓപ്പറേഷൻ ഡേയുടെ അന്ന് വരുന്നു സിസ്റ്റേഴ്സ്. നമുക്ക് രാവിലെ എല്ലാ പ്രൊസീജിയേഴ്സും തുടങ്ങുന്നു. എനിമ വെക്കുന്നു. അതിനുശേഷം നമുക്ക് വന്ന് കുളിച്ചതിന് ശേഷം ക്യാൻഡില ഇടുന്നു. ക്യാൻഡില ഇട്ടിട്ട് പിന്നെ നമ്മളെ വെള്ളയിട്ട് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവിടെ തന്നെ ഡ്രസ്സാണ്. പക്ഷേ ഇവിടെ വെള്ളയൊക്കെ നമ്മൾ ഷർട്ടും വലിയ വെള്ള ഷർട്ടും മുണ്ടും ഒക്കെ ഉടുത്തിട്ട് അവിടെ ഇരിക്കണം. മുടിയൊക്കെ പിന്നി കെട്ടി വെച്ചിരിക്കണം. അപ്പോൾ അവർ വന്ന് വിളിച്ചുകൊണ്ട് പോകും. സത്യം പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനുള്ളൊരു പ്രോസസ്സാണ്. അപ്പം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേ അമ്മ പറയും നമുക്ക് എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കണം, ഞാൻ നിന്നെ സഹായിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കുന്നതൊക്കെ കേൾക്കാൻ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അമ്മയാണ് എന്നെ അതിന് വേണ്ടി കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. ഓപ്പറേഷൻ കഴിയുന്നു. കുഞ്ഞിനെ കാണിക്കുന്നു. വളരെ സന്തോഷമായിട്ട് ഡോക്ടർ പറയുന്നു ബോയ് ആണെന്ന് പറയുന്നു. ഞാൻ സന്തോഷമായിട്ട് കാണുന്നു. അത് കഴിഞ്ഞ് ഒരു പിന്നെ അങ്ങോട്ട് ടൈം പോയിക്കൊണ്ടിരിക്കുന്നു. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കുന്നില്ല. അപ്പം നമുക്ക് സാധാരണയായിട്ട് നിർത്തണമല്ലോ, നിർത്താനുള്ള ഇതൂടെ ആയിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ആയതുകൊണ്ട് നിർത്തിയും കൂടെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിലേ ആയിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ പിന്നീട് പുറത്ത് വന്നപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു കുഞ്ഞിന് ശ്വാസം മുട്ടലുണ്ട്, ഇപ്പം നിർത്തണോ അതൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ കുറേ സമയം ആരും പിന്നെ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് ഡോക്ടർ പറയുന്നത് എനിക്ക് അഡീഷൻ ഉണ്ടായിരുന്നു, അതായത് അവയവങ്ങൾ തമ്മിൽ ഒട്ടിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ബ്ലാഡറിന് സ്റ്റിച്ചസ് ഉണ്ടായി, അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വന്നു എന്ന് പറയുന്നു. അവിടെ തൊട്ട് നമ്മളങ്ങ് ഡിമ്മായിപ്പോയി. കാരണം അത്രയും എനർജിയിൽ വന്ന ആൾക്ക് പിന്നെ വീഡിയോ എടുക്കാനോ കാരണം കത്തീഡ്രൽ ഇട്ടിട്ട് അത് 14 ദിവസം കഴിഞ്ഞ് എടുക്കാൻ പറ്റുള്ളൂ ഡോക്ടർ പറഞ്ഞു. അതുകൂടാതെ ക്യാനില, നമ്മുടെ കയ്യിലിട്ട ക്യാനിലയിലൂടെ ആണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ തൊട്ട് എനിക്ക് പിന്നെ ബൾജ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ അവിടെ കരിനീലിക്കാൻ തുടങ്ങും. അതുപോലെ ഈ വലിയ നീഡിൽ കയറ്റുമ്പോൾ എനിക്കതിന് വെയിനില്ല. കുത്തുന്നവരുടെ പ്രശ്നമാണോ, വെയിൻ കണ്ടുപിടിച്ച് കുത്തുന്നതിൻ്റെ പ്രശ്നമാണോ, വന്ന് ചെയ്യുന്നവരുടെ പ്രശ്നമാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നേരത്തെ ഇങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ കൈ മൊത്തവും കരനീലിച്ച് കയ്യിൽ ഫുൾ നീരായി, കാലിലും അതേപോലെ നീരായി, ആകെ മൊത്തം വിഷയമായിരുന്നു. 14 ദിവസം കഴിഞ്ഞിട്ടാണ് കത്തീഡ്രൽ എടുക്കുന്നത്. കത്തീഡ്രൽ എടുത്തത് അതിലും വലിയൊരു രസകരമായൊരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീട് വീഡിയോസ് എടുക്കാനോ അത് കാണിച്ചു തരാനോ ഒന്നും പറ്റില്ല. കാരണം ഈ 14 ദിവസം ഒരു ദുരിത ജീവിതമായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ലോകത്ത് ആരും അവോയ്ഡ് ചെയ്യുന്നതോ നമ്മളോട് ആരും മിണ്ടാതിരിക്കുന്നതോ ഒന്നുമല്ല ഒരു പ്രശ്നമെന്ന് പറയുന്നത്. നമ്മൾ ആരോഗ്യപരമായിട്ടിരിക്കുക എന്നുള്ളതാണ്, ഹെൽത്തി ആയിട്ടിരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പിന്നെ ഒരു പരാതികളും എനിക്ക് അതിന് ശേഷം പറയാൻ തോന്നിയിട്ടില്ല. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് നേരെ നിന്നാൽ മതി എന്നുള്ളൊരു സ്റ്റേജിലൂടെ ആയിരുന്നു ഞാനും അമ്മയും കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുവരെ ഉണ്ടായിരുന്ന സന്തോഷങ്ങളെല്ലാം നിലച്ചു പോയിട്ടുള്ള ഒരു സമയമായിരുന്നു എന്നെ സംബന്ധിച്ചത്. ഞാൻ വളരെ ഡിപ്രഷനിലേക്ക് പോയി. സകല സമയം ഇതിനെപ്പറ്റി ചിന്തിക്കുന്നു. യൂറിൻ പോകുമ്പോൾ ചില തടസ്സങ്ങൾ വരുന്നു, ബുദ്ധിമുട്ടുകൾ വരുന്നു. അങ്ങനെ പല 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 ഇഷ്യൂസിലൂടെ ഞാൻ കടന്നുപോയി. എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ കഥകളൊക്കെ ഇത്രയല്ല, ഇതിലും കൂടുതൽ പറയാനുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതിലങ്ങ് ഒതുക്കുകയാണ്. അങ്ങനെ കുഞ്ഞാവെ കാണുമ്പോൾ ഉള്ള സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുതായിട്ടുണ്ടായിരുന്നത്.